സാധിക്കില്ല. എന്തെങ്കിലും മാനേജ് ചെയ്ത് പോവുകയും ചെയ്യാറുള്ളൂ. മേജർ മിസ്റ്റേക്ക് വരികയാണെങ്കിൽ ഓഫ് കോഴ്സ് ആർട്ടിസ്റ്റുകൾ സഹകരിക്കാറുണ്ട് എന്തെങ്കിലും രീതിയിൽ ക്യാമറ ടെക്നിക്കലായിട്ട് സിബി പറഞ്ഞൊരു കാര്യമാണ് ഞാൻ എല്ലാവരുടെയും കൂട്ടിച്ചേർക്കുന്നത്. ഇപ്പോൾ ക്യാമറാമാൻ ടേക്ക് സമയത്ത് ക്യാമറയിൽ കൂടി കാണുന്നു, ഫ്രണ്ടിൽ കൂടി കാണുന്നു, ഡയറക്ടർ അതിൻ്റെ സൈഡിൽ നിൽക്കുന്നു. പക്ഷേ ഡയറക്ടർ ഫ്രെയിം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ടർ മിക്കവാറും ആ ഫ്രെയിം മാത്രമേ കാണുന്നുണ്ടാവും. ഇപ്പം അപ്പുറത്ത് ലൈറ്റ് ഉണ്ടാവും, ആൾക്കാരുണ്ടാവും നിൽക്കണമെങ്കിലും. പക്ഷെ നമ്മളിപ്പോൾ ഒരാളുടെ ആർട്ടിസ്റ്റ് ക്ലോസപ്പാണ് വെച്ചെങ്കിൽ ക്ലോസപ്പിൽ നമ്മളത് മനസ്സിൽ അല്ലേ ഈ ക്ലോസപ്പിലാണ് ഇപ്പോൾ മോഹൻലാൽ അഭിനയിക്കുന്നത് ഇത് വിശ്വസിച്ചിട്ട് ഞാൻ മോഹൻലാലിന്റെ ഫേസിലേക്ക് ആയിരിക്കും അങ്ങനെ ഫേസിലേക്ക് നോക്കാം. അപ്പം നമുക്ക് മൈന്യൂട്ട് റിയാക്ഷൻ പോലെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ തന്നെ പറയും ഈ ടേക്ക് ബോഡി. ഒരു കാര്യം കൂടെ ഉണ്ട്, ഈ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചോളം ഇപ്പോൾ എല്ലാവരും മൈക്കിലൂടെയാണ് കമാൻഡ് കൊടുക്കുന്നത്. ഷാർട്ടും കട്ടും ആക്ഷനും കറക്ഷൻസും ആർട്ടിസ്റ്റുകൾക്കുള്ള റെഫറൻസ് അല്ലെങ്കിൽ അവരുടെ മിസ്റ്റേക്സ് ഒക്കെ ഇപ്പോഴത്തെ കാലത്ത് മൈക്കിലൂടെ പറയുന്നുണ്ട്. ഒരു ക്രൗഡിന് നടത്തുന്ന ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ആക്ടറോട് അങ്ങനെ പറയുന്നത് ഒരു ഇൻസൾട്ടാണ്. കാരണം ഇത്രയും ആൾക്കാർ ബഹുമാനിക്കുന്ന ഒരു ആക്ടറായിരിക്കും അഭിനയിക്കുന്നത്. ഞങ്ങളൊക്കെ ചെയ്യാറുള്ളത് നേരിട്ട് അടുത്ത് ഇരുന്നിട്ട് അവർ നമ്മൾ മാത്രം കേൾക്കുന്ന രീതിയിൽ ഇപ്പോഴും പറയാറുണ്ട്. അവർ ചെയ്യുന്നതിൽ കറക്ഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവർ കേൾക്കാൻ പാടില്ല. എന്താണ് അയാൾക്കൊരു കുഴപ്പമില്ല, അയാൾ ചെയ്ത് ശരിയായില്ല എന്നുള്ളത് പബ്ലിക് അറിയാൻ പാടില്ല എന്നുള്ളത് നിർബന്ധം നമുക്കൊക്കെ ഇപ്പോഴും ഉണ്ട്. അതുപോലെ ഒരുപാട് എന്താണ് നമ്മൾ ഒരുപാട് വിശ്വസിക്കണം, ക്യാമറമാനെ വിശ്വസിക്കുകയാണ്. ക്യാമറമാൻ ഫോക്കസ് ഓക്കെയാണ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ഇല്ല എല്ലാം ഓക്കെ എന്ന് പറയുന്നത് പരസ്പരം ഒരു വിശ്വാസമാണ് ആ സമയത്ത്. ചില സമയത്ത് നമ്മൾ ഒരു സെറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നത്, അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഷൂട്ടിങ് കഴിഞ്ഞത് ഈ മിസ്റ്റേക്ക് തിരിച്ചറിയുമ്പോഴത്തേക്കും സെറ്റ് പൊളിച്ചിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ട് ആ പർട്ടിക്കുലർ ഷോട്ട് മാറ്റിയെടുക്കേണ്ട നിർബന്ധമുള്ള അവസ്ഥയാണെങ്കിൽ അതിന് വീണ്ടും ഒരു ചെറിയ സ്കാൻ ആൻഡ് ബാക്ക് ഡ്രോപ്പ് ഉണ്ടാക്കിയിട്ടൊക്കെ എടുക്കുന്നത്. സി ജി ഒന്നും ഇല്ല, എന്താണെങ്കിലും അത് എളുപ്പമാണ്. ബാക്ക്ഗ്രൗണ്ട് സി ജിയിൽ കൊണ്ടുവന്നിട്ട് അത് ചെയ്യാൻ പറ്റും. ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. പക്ഷെ ഇത് കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ട് എത്തുന്നതുകൊണ്ടാണ് ഇവർക്കൊക്കെ ഇപ്പം ഇങ്ങനെ ഈ സിനിമയിൽ മമ്മൂട്ടിയുടെ ആ പ്രായത്തെ സി ജിയിലൂടെ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ടാണ് ഈ സിനിമ ചെയ്യാൻ പറ്റിയതുകൊണ്ടാണല്ലോ പറ്റില്ല. ഇതില് ഈ ചർച്ച ആരംഭിച്ച കുറച്ച് കഴിഞ്ഞപ്പോൾ ഡയറക്ടർ, തിരക്കഥാകൃത്ത്, നിർമ്മാതാവ്, നടൻ ഇവരൊക്കെ തമ്മിലുള്ള ഒരു പരസ്പര വിശ്വാസം അത് നൽകുന്ന ആത്മധൈര്യം കൊണ്ടാണ് നിങ്ങൾ ചോദിച്ച പല ചോദ്യങ്ങളുടെ ഉത്തരം ഓടിച്ചെന്ന് നിൽക്കുന്ന സ്ഥലം ഈ ഒരു വിശ്വാസത്തിലും ആത്മധൈര്യത്തിലും ആണ്. രേഖാചിത്രം എന്ന് പറയുന്ന ഒരു ചിത്രം ജോഫിൻ ആദ്യം പറഞ്ഞ കഥയിൽ നിന്നും ഇന്ന് നമ്മൾ തിയേറ്ററിൽ കാണുന്ന ഒരു സിനിമ എത്തുന്നതിലേക്ക് പുതിയ കാലത്തെ ഒരു സംവിധായകൻ, നമ്മുടെ ജോഫിനൊക്കെ ഉൾപ്പെടുന്ന ഒരു സംവിധായകൻ അത്തരത്തിലൊരു കഥയുമായിട്ട് വരുമ്പോൾ പ്രേക്ഷകരോടൊപ്പം തന്നെ ഈ നമ്മൾ ലെജൻസ് എന്നാണ് ഈ ഒരു പരിപാടിക്ക് പേരിട്ടിരിക്കുന്നത്. ഇവരെല്ലാം അന്നൊക്കെ പരസ്പരം കാണിച്ചിരുന്നത് പോലെയോ അതിനപ്പുറമോ ഉള്ളൊരു വലിയ വിശ്വാസം ഈ തിരക്കഥയോടും ഈ സിനിമയോടും കാണിച്ചതുകൊണ്ടാണ് ഈ സിനിമ ഇത്തരത്തില് സാധ്യമായത്. അതിന് ഇവിടെ എത്തിയിരിക്കുന്ന അല്ലെ ഇവരോട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവരെല്ലാവരും സമ്മതിച്ചുകൊണ്ടാണ് ഈ സിനിമ ഇവിടെ ഇപ്പോൾ സാധ്യമായത്. അതിന് ഒരുപാട് വീണ്ടും ഞാൻ നന്ദി പറയുന്നു. അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് പറയാനുള്ള കാര്യം, ഈ സിനിമയുടെ ആദ്യ പ്രീ പ്രൊഡക്ഷൻ തൊട്ട് ഇന്ന് വരെ എൻ്റെ ഒപ്പം ഓടുന്ന കുറേ ആൾക്കാരുണ്ട് ഇവിടെ. അതിപ്പോൾ വേണു സാറിനൊപ്പമുള്ള കാവ്യ ഫിലിംസിൻ്റെ ഗോപേട്ടൻ ഉൾപ്പെടെ, അഖിൽ ഉൾപ്പെടെ, ഷിബുജേട്ടൻ ഉൾപ്പെടെ ഉള്ള ആൾക്കാർ, അവർ ആദ്യ ദിവസങ്ങൾ മുതൽ ഇന്ന് വരെ എൻ്റെ ഒപ്പം എല്ലാ ദിവസവും ഫോണിൽ പരിപാടിയൊക്കെ ആയിട്ട് ഒരു ഫുൾ ടൈം ഈ സിനിമയോടൊപ്പമാണ്. അവരോട് ഞാൻ പല സമയങ്ങളിലും നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ആ നന്ദി ഞാൻ ഇപ്പോൾ പറയുകയാണ്. ഒരുപാട് നന്ദിയുണ്ട്. ഈ സിനിമ ഇപ്പോൾ 11ാമത്തെ ദിവസമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും മുന്നോട്ട് പോകുന്നുള്ള പ്രതീക്ഷയിലാണ്. നന്ദി. ഈ സിനിമയുടെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ അത് ആ കഥ പോലെ തന്നെ അത് എഡിറ്റ് ചെയ്ത് മിക്കവാറും സിനിമകളും മുഖ്യമാണ് കഥ ഓക്കെ ആയിരിക്കും, പക്ഷെ എഡിറ്റ് ചെയ്ത് കൊണ്ടുപോയി വേറെ ലാവാറുണ്ടായി. ഈ രേഖാചിത്രം കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ നേരെ നിന്നു ഡയറക്ഷൻ എഡിറ്റിംഗ്. എനിക്ക് പറയാനുള്ളത്, കാരണം ഇതെല്ലാം കൂടെ ഒത്തുചേരുമ്പോഴാണല്ലോ ഒരു നല്ല കലാസൃഷ്ടി ഉണ്ടാകുന്നത്. കാരണം എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ മാറി നിന്ന് കാണാൻ പറ്റില്ല. സംവിധായകന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഒരു എഡിറ്റർ അതിന് ഓരോന്നും ഇന്റർപ്രിട്ടേഷനാണ്. ആത്യന്തികമായി സംവിധായകന്റെ മനസ്സിലാണ് സിനിമയുള്ളത്. ഇപ്പൊ കഥാകൃത്തുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു, അത് കഴിഞ്ഞാൽ കൺസീവ് ചെയ്യുന്നത് സംവിധായകൻ തന്നെയാണ്. സ്ക്രീനിൽ എങ്ങനെയാണ് വരേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് സംവിധായകൻ തന്നെയാണ്. അത് അങ്ങനെ വരുത്താൻ എന്റെ ഭാഗത്തു നിന്നും എന്താണ് ചെയ്യാൻ കഴിയുക എന്നൊരു എഡിറ്റർ ചിന്തിക്കും, ഒരു നടൻ ചിന്തിക്കും,
എൻ്റെ ഭാഗത്തു നിന്നും എങ്ങനെയാണ് നിങ്ങളുടെ വിഷൻ പൂർത്തീകരിക്കാൻ വേണ്ടി എൻ്റെ ഭാഗത്തു നിന്നും എനിക്ക് എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുക എന്നൊരു നടൻ ചിന്തിക്കും. നിർമ്മാതാവ് സംവിധായകന്റെ വിഷൻ എങ്ങനെ അവതരിപ്പിക്കാൻ, അതേ രീതിയിൽ അവതരിപ്പിക്കാൻ എൻ്റെ ഭാഗത്തു നിന്നും സാമ്പത്തികം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ എങ്ങനെ അറേഞ്ച് ചെയ്യാൻ കഴിയും. അപ്പൊ എഡിറ്റിംഗ് ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, എല്ലാ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളും സംവിധായകന്റെ വിഷൻ അനുസരിച്ചാണ് നീങ്ങുന്നത്. ആ വിഷൻ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള കോൺട്രിബ്യൂഷൻ ഓരോ ഭാഗത്തു നിന്നും ഉണ്ടാവും. അവിടെ എഡിറ്ററിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും. ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള എഡിറ്റർ അത് ആ വിഷൻ തന്നെ, ഈ സീൻ ഞാൻ ഇങ്ങനെ ഷോർട്ട് ഒന്ന് ഓർഡർ ചേഞ്ച് ചെയ്ത് കാണിക്കട്ടെ, അപ്പൊ എന്റെ വിഷൻ കുറച്ചുകൂടെ ബെറ്റർ ആയി, അപ്പൊ കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇതിനകത്തൊരു വലിയ റോളുണ്ട്. അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു വിഷൻ എന്ന് പറയുന്നത് സംവിധായകന്റെ ആണെന്നാണ് ഞാൻ കരുതുന്നത്. ഞാനൊരു ചോദ്യം വേറൊന്നല്ല, നമ്മളിപ്പോ സിനിമ കണ്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് തന്നെ പല പ്രേക്ഷകർ ചോദിച്ചു, ഇപ്പൊ മനോജ് ഗജയിൽ ഉൾപ്പെടെയുള്ളവർ ചോദിച്ചൊരു കാര്യം, ഇങ്ങനൊരു സംഭവം ആ ലൊക്കേഷനിൽ നടന്നിട്ടുണ്ടോ, ഇത് നടന്നിട്ടുണ്ടോ എന്നുള്ളത് പ്രേക്ഷകരെ എത്തിക്കാൻ, അങ്ങനെ ഒരു സംശയം എത്തിക്കാൻ ജോഫിനും അതിന് തിരക്കഥാകൃത്തിനും കഴിഞ്ഞു. അപ്പൊ കമൽ സാർ അതിന്റെ ഡയറക്ടർ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം എന്ന് പറയുന്ന അത് ഈ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഈ സ്ക്രിപ്റ്റിന് കഴിയുമോ എന്നുള്ളതാണ് ഒരു ചർച്ചയുള്ളത്. എന്താണ് സാറിന്റെ? അല്ല, എന്നെ ഇന്ന് പടം കണ്ടിട്ട് ഒരുപാട് പേര് വിളിച്ചു ചോദിച്ചത് ചോദ്യം തന്നെയാണ്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നമുക്കറിയില്ല, ഇവരൊന്നും ആദ്യം കഥ ഈ ആടുജീവിതവും മഞ്ഞുമലും ഒക്കെ ട്രൂ സ്റ്റോറി അവസാനം എന്റെ വീട്ടിൽ നിന്ന് കണ്ടു ചോദിച്ചത് ഇത് ട്രൂ സ്റ്റോറി ആയിരുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ ഇതാണ് ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി. ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി. അതിനകത്ത് സംഭവം വെച്ചാല് പലരും എന്നെ വിളിച്ചു ചോദിച്ചു. അപ്പൊ നേരത്തെ ഇവിടെ ചോദിച്ചില്ല, ചോദ്യത്തിന് സംബന്ധിച്ചാല് കഥ പറയുമ്പോഴും എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. സത്യം പറഞ്ഞ വന്നിട്ട് പറയുമ്പോഴും എന്നെ അഭിനയിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ ആദ്യം തമാശയൊന്നും കഥ നമുക്ക് പരിചയമില്ലാത്ത കാര്യമുണ്ട് അഭിനയിക്കൽ. അങ്ങനെ ഞാൻ അഭിനയിക്കാനായിട്ട് വന്ന് പിന്നെ ആരോ വിളിച്ചു, ഇവരൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അഭിനയിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് ഒരുപാട് ആശങ്കയോടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതിന് ആഡ് ചെയ്തിട്ട് പറയുന്നത്. കാരണം പുതിയ ജനറേഷൻ്റെ സിനിമയിലാണ് ഇവർ തുടങ്ങുന്നത്. ലേറ്റ് ആയിട്ടായിരിക്കും തുടങ്ങും. എന്നോട് 9 മണിക്ക് എത്തണമെന്ന് ശിവ വിളിച്ച് പറഞ്ഞു. ഞാൻ കറക്റ്റ് 9 മണിക്ക് എത്തിയോളെ. പക്ഷെ ഞാൻ അവിടെ എത്തിയപ്പോൾ ഷൂട്ടിങ് തുടങ്ങിയിരുന്നു. എൻ്റെതല്ല, വേറെ സീൻ എടുക്കാനായിരുന്നു. ഇവർ തുടങ്ങിയിരുന്നു. എനിക്കറിയാം, അപ്പം തന്നെ എനിക്കറിയാം ഇവർ കറക്റ്റായിട്ട് ഷൂട്ടിങ് തുടങ്ങിയിരുന്നു. അപ്പോൾ നമ്മൾ കേട്ട കഥകളൊക്കെ വെറുതെയാണ്, ഇവർക്ക് കറക്റ്റായിട്ട് സമയത്തിന് ചെയ്തു. പിന്നെ എൻ്റെ ആശങ്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ ഡയറക്ടർ കുറേ പടം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്നെ വെച്ച് അഭിനയിപ്പിക്കാൻ വേണ്ടി ക്യാമറ ചെയ്യുമ്പോൾ എന്തായിരിക്കും വരുന്നത്, ഇതെനിക്ക് ഭയങ്കര ഇതുണ്ടായിരുന്നു, ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും നമ്മൾ ഡീൽ ചെയ്യാനുള്ളത്. പക്ഷെ ആദ്യം എൻ്റെ അടുത്ത് ഇങ്ങനെ സീനൊക്കെ പറഞ്ഞു തന്ന ഡയലോഗ്സ് എല്ലാം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, സാർ നമുക്ക് തുടങ്ങാൻ തുടങ്ങും. കൃത്യമായിട്ട് ഷോട്ട് പറഞ്ഞു തരികയും, ഞാൻ ഇത്രയും പടം ഡയറക്റ്റ് ചെയ്ത ഒരാളാണ്. സാധാരണ എനിക്ക് ജൂനിയർ എന്നുള്ള രീതിയിൽ ഒരു ഇതുണ്ടായിരുന്നില്ല, വളരെ കോൺഫിഡൻസ്. അപ്പോൾ ആ കോൺഫിഡൻസ് ആണ് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയത്. ഡയറക്ടർക്കും അതെ, അതിൻ്റെ തിരക്കഥാകൃത്തരൊക്കെ ഉണ്ടായിരുന്നു, ക്യാമറാമാനും ബാക്കി ക്രൂ, ഈവൺ അസിസ്റ്റൻസും എല്ലാവരും വളരെ കോൺഫിഡൻ്റ് ആയിട്ട്. അപ്പോഴാണ് ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ഇതിൽ ഭയങ്കര പ്രതീക്ഷ തോന്നിയ സിനിമയിൽ ശരിക്കും അഭിനയിക്കാൻ ക്യാമറ. ജോഫിന്റെ ആദ്യത്തെ പടത്തിലും നമുക്ക് 22-ലല്ലേ പ്രേസ്റ്റ് വരുന്നത്, നമ്മുടെ 21 പ്രേസ്റ്റ് വരുമ്പോൾ 21 ഭയങ്കര ആധുനിക കാലമാണെങ്കിലും തൊപ്പി, താടി, വടി, പെട്ടിക്കൊള്ള ഒരു മാന്ത്രികനെ പോലുള്ള മമ്മൂക്ക, അതിന്റെ കൂട്ടത്തിൽ സാനിയപ്പന്റെ ക്യാരക്ടറെ മമ്മൂക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ, ആർക്കും വേറെ ആർക്കും കാണാൻ പറ്റൂല. ഒരു കൊച്ചിന്റെ മഞ്ജുവാരിൽ തിരിച്ച് പുറത്തേക്ക് കടയിട്ട് നേരെ നിന്ന് ഡയലോഗ് പറയുന്നു. ഇതെല്ലാം നമുക്ക് ആദ്യം പറയുമ്പോൾ ഇവർ പറയുന്നത് എങ്ങനെയാണ് ഇതൊക്കെ ഈ കാലത്ത് നടക്കുന്നത് നമുക്കൊരു സംശയം തോന്നും. പക്ഷെ അത് കഴിഞ്ഞിട്ട് റെഡിയാക്കി. അല്ല, ജോഫിനോടും രാമനോടും ജോണിനോടും ഒരു പ്രത്യേക കടപ്പാട് എനിക്കുണ്ട്. കാരണം സിനിമയിൽ ഹരിഹരനഗറിലെ അപ്പുകുട്ടനൊക്കെ ഏറ്റവും വലിയ മണ്ടത്തരം പറയുന്ന കഥാപാത്രങ്ങൾ ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ചിട്ടുള്ള ഞാനാണ്. ഇതില് അല്പ സെൻസുള്ള ബുദ്ധിയുള്ള ഒരു ട്വിസ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ ആയിക്കൂടെ, വലിയ ബുദ്ധിയൊന്നും അല്ലെങ്കിലും ഒരു ചിന്ത, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അങ്ങനെ ചിന്തിച്ചൂടെ വിവേകം എന്ന് ചോദിക്കുന്ന തരത്തിൽ അല്പ ബുദ്ധിയുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരാളായിട്ട് ജഗദീഷിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ ക്യാരക്ടറാണ് വേറെ ഒരാൾക്കും ഈ സിനിമയെ കൊടുക്കാനും പറ്റത്തില്ല. അതിന്റെ ജഗദീഷ് എഴുതിയ ആ പരിപാടിയിലായി പോയി. മാത്രമല്ല, പഴയ അപ്പൂട്ടിനെല്ലാം ജഗദീഷ് വളരെ സീരിയസ് ആയിട്ട് റോളിൽ ചെയ്യുന്നുണ്ട്. എല്ലാ സിനിമയ്ക്കും ഇപ്പൊ സെക്കൻഡ് പാർട്ടിന്റെ ഒരു ട്രെയിലർ കാണിച്ചിട്ട് നിർത്തും എന്ന് പറഞ്ഞ പോലെ ഏതാണ്ട് 10 മിനിറ്റ് മുമ്പ് ജോഫിൻ നന്ദി പറഞ്ഞ് അവസാനിച്ച ശേഷം ഞങ്ങൾ സെക്കൻഡ് പാർട്ടിന്റെ ചോദ്യം ചോദിച്ച നിങ്ങളോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. താങ്ക് യു.